വാർത്ത നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി ഹരീഷിനെ അകാരണമായി എതിരെ വന്നൊരു വാഹനം സൈഡിൽ കൊടുക്കാത്ത സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും അതിനെ തുടർന്ന് യുവാവിനെ വഴിയിലേക്ക് അടിക്കുകയും അതിനുശേഷം പോലീസ് വാഹനത്തിൽ കയറ്റി അതിക്രൂരമായി മുറിയുമായി വർദ്ധിക്കുകയും അതിനുശേഷം SI നേതൃത്വത്തിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്ന് പിടിച്ചിറക്കി വാഹനത്തിൽ കയറ്റി 4 മണിക്കൂർ നേരം പിടിച്ചിരുത്തി മുഖത്തും എന്താ പറയുക ശരീരമാസകലം മർദ്ദിച്ച് അവശനാക്കി എന്താ പറയുക അദ്ദേഹത്തെ ജയിലിലടക്കാൻ ശ്രമിച്ചു. അങ്ങനെ ജയിലിലടക്കാൻ ഇല്ലാത്ത വകുപ്പുകൾ കെട്ടി ചമച്ച് കള്ള വകുപ്പുകളെല്ലാം ഇട്ടുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ജയിലിലടക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് അവശത ബോധ്യപ്പെട്ട് കോടതിക്ക് സഹതാപം തോന്നി അദ്ദേഹത്തിന് ജാമ്യം നൽകുകയും ഇതെല്ലാം കള്ളത്തരമാണെന്ന് കോടതിക്ക് മനസ്സിലാക്കുകയും കോടതി ജാമ്യം നൽകുകയും മറിച്ച് ഇത് SIക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വമേധയാ കോടതി കേസെടുത്തിരിക്കുകയാണ്. അത്തരത്തിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്താൽ ഈ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹരീഷിനെ ഇവിടുന്ന് ഈ ആശുപത്രിയിൽ പറഞ്ഞയക്കാൻ ശ്രമിച്ചതാണ്. BJPയുടെ പ്രവർത്തകനായ ഹരീഷ് നമ്മളെ വിളിക്കുകയും നമ്മൾ കൃത്യമായി വന്ന് ഇടപെട്ട് ഡോക്ടറെ ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഒരു എക്സ്റേ പോലും എടുക്കാൻ തയ്യാറാകാത്തതെന്ന് ഡോക്ടറോട് ചോദ്യം ചെയ്തപ്പോൾ അത് റേഡിയേഷൻ വെറുതെ കൊടുക്കണ്ട എന്ന് വിചാരിച്ച് നമ്മളൊന്ന് ന്യായം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഇത് BJPയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തെ എന്താ പറയുക എക്സ്റേയും CT സ്കാൻ എടുക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം എടുക്കാൻ തയ്യാറായത്. അപ്പോൾ അങ്ങനെ ആ റിസൾട്ടിലാണ്, ആ പരിശോധനാ ഫലത്തിലാണ് അദ്ദേഹത്തിന് നട്ടലിന് ക്ഷതം സംഭവിക്കുകയും കരളിൻ്റെ പിറകിലുള്ള എല്ലിന് സാരമായ പൊട്ടൽ സംഭവിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്താ പറയുക മൃഗീയമായ സംഭവമാണ് നടന്നത്. കാരണവുമില്ലാതെ യുവാവിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഒരു 7 വയസ്സുള്ള ഒരു മകളുണ്ട്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒരു പോലീസ് SIയുടെയും കുറ്റവാളികളുടെയും എന്താ പറയുക അവരുടെ അധികാര ദുർവിനിയോഗം, അവരുടെ അടിക്കാനുള്ള രീതികൾ, ആ കൂലി തീർത്തത് കൊണ്ട് ഒരുപാട് ജീവിതം ഇവിടെ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇത് പ്രഖ്യാപിച്ചിരുന്നു, ശക്തമായി മുന്നോട്ട് പോകുന്നത് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ DYSP ബന്ധപ്പെടുകയും SP ഞങ്ങൾ ഇന്ന് കാണുകയും ചെയ്തു. SP പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ ഇന്നിപ്പോൾ ട്രാൻസ്ഫർ നടപടി പൂർത്തിയായി അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് SP പറഞ്ഞത്. ഞങ്ങൾ ആവശ്യപ്പെട്ടു ട്രാൻസ്ഫർ കൊണ്ട് ചെയ്യാൻ അദ്ദേഹത്തെ ഇവിടെ ഉള്ളവരെ അടിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റേഷനിൽ പോയി അടിക്കാനാണോ നിങ്ങൾ ഇത് കൊടുത്തിരിക്കുന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഉടനെ തന്നെ DYSP റിപ്പോർട്ട് ലഭിക്കും. ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം അവിടുന്നാണ് വരേണ്ടതാണ് SP പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ നട്ടലിൽ പരിക്കണം. ഡോക്ടർ ഇന്ന് അദ്ദേഹം ഇല്ലാത്തതാണ് ഇതിൽ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു നട്ടലിൽ സാരമായ ക്ഷതമുണ്ട്, മറ്റ് ചികിത്സകൾ നാളെ അദ്ദേഹം വന്നിട്ട് നോക്കിയിട്ട് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ അദ്ദേഹം വന്നിട്ട് ചികിത്സകൾ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി ഇത് ഇനി ഒരാൾ കൊട്ടാരക്കരയിലല്ല ഒരിടത്തും ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പോലീസിൻ്റെ നരനായാട്ട് ഈ അധികാരം ഉപയോഗിച്ച് കാക്കി ഉപയോഗിച്ച് എന്തുമാകാനുള്ള ധാരണ ഞങ്ങൾ ഇവന്മാരെയൊക്കെ വെല്ലുവിളിക്കുന്നു. ഈ SI പ്രദീപിനെയും ഇപ്പോൾ അടിക്കാനുണ്ടായ ബാസുവിനെയും മറ്റ് പോലീസിൻ്റെ മദ്യലഹരിയിൽ നടക്കുന്ന ഇവിടുത്തെ പോലീസുകാർ ഇവിടെ മദ്യലഹരി മദ്യം അടിച്ചുകൊണ്ട് ഇവന്മാരെ ബോധിപ്പിക്കണം. അപ്പോൾ നാട് പോലെ ബോധിപ്പിച്ചിട്ട് നടക്കുക. ഫോട്ടോ എടുക്കുക, ഒരാളുടെ ഹെൽമെറ്റിൽ ഫോട്ടോ എടുക്കുക. എന്തൊരു താല്പര്യ യുവമാരുടെ ചെന്ന് ഊതിക്കൂടെ മടക്കണം. മുഴുവൻ സമയം മദ്യം വെച്ചിരിക്കുന്ന പല പോലീസ് നല്ല പോലീസുകാരും പക്ഷേ 100% പോലീസുകാർ ഇത്തരത്തിലുള്ള മദ്യം വെച്ച് ടെക്ക് കെട്ടാണ് സ്റ്റേഷനിലും വണ്ടി ഓടിക്കുന്നതൊക്കെ. അപ്പോൾ എന്ത് കാക്കിയുടെ പിൻബലത്തിൽ എന്തുമാകാന്നുള്ള ഈ പൊങ്ക് മാറിയേ പറ്റൂ. നിയമത്തിൻ്റെ വഴിക്ക് നിയമം മനസ്സിലാക്കുന്ന പരമാവധി ശിക്ഷ വധശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നട്ടലിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇതിൽ പൊട്ടലുണ്ട്. അപ്പോൾ വധശ്രമം 307, 326 വകുപ്പിട്ട് ഈ SI പ്രദീപിനെയും ഉണ്ടായിരുന്ന കൂടെ വർദ്ധിച്ച പോലീസുകാർക്കെതിരെയും ഈ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് ജയിലിലടക്കണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് BJP ഇന്ന് കൃത്യമായി BJPയുടെ ഉന്നത നേതാക്കന്മാരെ അതുപോലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കാര്യവാഹനെ അടക്കം ദീപകരെ അടക്കം കണ്ടുകൊണ്ട് മറ്റ് സമരപരിപാടികൾ ഇന്ന് തന്നെ ആസൂത്രണം ചെയ്യുക. സംശയമില്ല, എന്തായാലും ഇനി ഒരാൾക്കും കൊട്ടാരക്കരയിൽ ജനമൈത്രി പോലീസിന്റെ പേരും വെച്ചിട്ട് ഈ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ ഏതെങ്കിലും ഒരു പൈസ ഉള്ള ഒരുത്തരോട് കാണിക്കുമോ? സുപ്രീം കോടതി വരെ കേസ് വാദിക്കാൻ അത്രയും സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കോടീശ്വരനോട് ഈ കാണിക്കുമോ? SI പ്രതികളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നീ ആണെങ്കിലും ഞങ്ങൾ സ്റ്റേഷൻ്റെ അകത്ത് വന്നിരിക്കാം, ആണെങ്കിലും പുറത്തിറങ്ങി വന്ന് നേരിടും. കാക്കി ഊരുവിച്ച് നിങ്ങൾ പുറത്തു വരും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്രയും എന്താ പറയുക നികൃഷ്ടനായ ക്രിമിനലായ ഒരു SIയും കൂട്ടാളികളെയും അടിയന്തരമായി പിരിച്ചുവിട്ട് ജനങ്ങൾ കാത്തിരിക്കുന്ന നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന്
ഇതിന് ഏതറ്റം വരെ പോകുവാനും ഹരീഷും ഭാരതീയ ജനതാ പാർട്ടിയും സംഘമൊക്കെ തയ്യാറാവും, സംശയമില്ല. വ്യക്തമായ പ്രക്ഷോഭം ഇന്ന് ആസൂത്രണം ചെയ്ത് നാളെ നമ്മൾ പത്രസമ്മേളനത്തിൽ അറിയിക്കുന്നത്. ഞാൻ ഇവിടെ 5-ാം തീയതി അഡ്മിറ്റ് നെക്സ്റ്റായിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞു. ജസ്റ്റ് നോക്കി 2 ട്രിപ്പ് ഇട്ടു, 2 ഗുളികയും തന്നിട്ടുണ്ട്, കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, നാളെ വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി നമ്മുടെ പാർട്ടി പ്രവർത്തനം ഞാൻ പാർട്ടിക്കാണ് ഇതിൽ പ്രവർത്തനം. ഞാനിപ്പോൾ അനീറ്റ കാര്യമുണ്ട്, അനീറ്റയുടെ കാര്യമെന്ന് പറഞ്ഞു. ഞാൻ അനീറ്റയുടെ ഡോക്ടറോട് ചോദിച്ചു, എല്ലാ റിസൾട്ട് എടുക്കണം, കുഴപ്പമൊന്നുമില്ല, പിന്നെ എടുക്കണം, കുറച്ച് CT സ്കാൻ എടുക്കണം, എക്സ്റേ എടുക്കണം, എല്ലാം എടുക്കണം. എടുത്തപ്പോഴാണ് അതിൽ തല്ലി കുത്തിയത്, കരലിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ എക്സ്റേ എടുത്ത ഡോക്ടറെ അദ്ദേഹം നല്ല സ്റ്റാൻഡുണ്ട്, 3 മാസം അല്ല 6 മാസത്തിൽ കയറി 6 അത് പറഞ്ഞു ഇത് വിശാഖായ മതി, താങ്കളൊന്ന് കിടക്കാനായി എന്നൊരു ഡോക്ടർ പറഞ്ഞു. എനിക്കറിയില്ല, ജീവിതം പോയി. ഈ വാർത്തകൾ പറയാൻ പറ്റില്ല.